ഓ ഈ തീം മ്യൂസിക് മാത്രം മതി തിയേറ്റർ കത്താൻ, ശരിയല്ലേ? സോറി, കുറെ കാലമല്ലേ, അതിന്റെ ഒരു ആവേശമൊക്കെ കാണും. ഞാൻ വരുമോ ഇല്ലെന്ന് ഓരോ ഉറപ്പില്ലായിരുന്നു. അങ്ങനെ ടോസ് ഇടാന്ന് വിചാരിച്ചു ടോസ് ഇടുന്ന ഗ്യാപ്പിൽ ഡിസ്നി ബോക്സിന് അങ്ങ് മേടിച്ചു. എന്നിട്ട് ഓരോ റൈറ്റ്സിന്റെ പ്രശ്നം പറഞ്ഞ് ലാഗ് അടിപ്പിച്ചുകൊണ്ടിരുന്നു. കെവിൻ അണ്ണനാണെങ്കിൽ ഞാൻ വേണമെന്ന് ഒറ്റ വാശി. ഹേമനാണോ ഫ്രാഞ്ചൈസ് പോയിട്ട് പടത്തിൽ വഴിപോക്കിന്റെ റോള് പോലും കൊടുക്കാൻ പാടില്ലാത്തത് അവനെ വേണമെന്ന്. മാർവലിന്റെ ഗതി ഇനി എന്താവോ എന്തോ. പടത്തിന്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്താണ് ആലോചിക്കുന്നതെന്ന് എനിക്കും അറിയാം. നിങ്ങളുടെ കണ്ണിലുണ്ണിയായ ആ ലോകന്റെ പേര് നശിപ്പിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അത് സത്യമാണോന്നല്ലേ? കൺഗ്രാജുലേഷൻ, നിങ്ങൾ പറ്റിക്കപ്പെട്ടു. സമ്മാനമായിട്ടൊരു രഹസ്യം പറഞ്ഞു തരട്ടെ. നമ്മുടെ ലോകനുണ്ടല്ലോ, പുള്ളി മരിച്ചിട്ടില്ല. സമ്മതിക്കുന്നു, ലാസ്റ്റ് സിനിമയിൽ കിടത്തിയിട്ട് പണിയതൊക്കെ ഒരു നല്ല എൻഡിങ് തന്നെയാണ്. പക്ഷെ ഞങ്ങളൊക്കെ ഫീനിക്സ് പറവകളെ പോലെ കൂട്ടിയിട്ട് കത്തിച്ചാലും ചിറകടിച്ച് പറക്കും. എന്നാലും സാധനം ഉറഞ്ഞു പോകുന്ന ഈ തണുപ്പത്ത് വോൾവറിന്റെ ശവക്കുഴി തോണ്ടാൻ മാത്രം എന്തിന്റെ കഴപ്പാണെന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്. എനിക്കോ തോന്നുന്നുണ്ട്. പക്ഷെ ഇവനുണ്ടെങ്കിൽ മാത്രമേ എന്റെ ലോകം എനിക്ക് രക്ഷിക്കാൻ പറ്റൂ. അണ്ണന്റെ മസിലൊക്കെ ഒന്ന് തടവി സെറ്റ് ആക്കണം. കിട്ടിയെന്നാ തോന്നേ? തടവാൻ ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഈ പരമാറി മുന്നാണ് വായിലൊരു നല്ല തെറി പോലും വരുന്നില്ലല്ലോ. എന്റെ ലോകം മൊത്തം ഊമ്പാൻ പോകും. എത്ര പെട്ടെന്ന് മൈൻഡ് മാറിയല്ലേ? ഇപ്പം മൈൻഡ് കൂളായിട്ടുണ്ട്. എനിക്ക് ശാസ്ത്രത്തിലും സംസ്കാരത്തിലും വലിയ പിടുത്തമില്ല. പക്ഷേ നിന്റെ പൊലവിളി കഴിഞ്ഞ് എല്ലും പൊടിയായിട്ടിരിക്കുകയാണെന്ന് ഇപ്പം മനസ്സിലായി. ഒരു കാര്യം പറയാതെ വയ്യ, നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഒരുമിച്ച് ഒരു റൈഡ് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഡെഡ്പൂളും വോൾവറിനും അങ്ങനെ അടിച്ച് പൊളിച്ച് തകർത്ത് വാരായിരുന്നു. ചുമ്മാ എന്നാലോചിച്ച് നോക്ക്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നമുക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ്. അതേടാ മോനെ, നീ പറയുന്നത് ശരിയാ. മാർവന്റെ കയ്യിൽ പൂത്ത കാശ. പൈസ തരാന്ന് പറഞ്ഞാൽ ആരായാലും കുഴി നെണീച്ചു. കറക്റ്റായിട്ട് പറഞ്ഞത്. എന്നാ നീ അങ്ങനെയൊന്നും പറയാതെ അവൻ്റെ അമ്മയെ കെട്ടിക്കാനായിട്ട് ത്യാഗം ചെയ്ത് എന്നെ കൂടെ കൊല്ലാക്കൊല്ല ചെയ്യാം. രോന്തൻ മോയി എന്നാരെങ്കിലും ഇപ്പം എന്നെ സഹായിക്കാൻ വന്നേ പറ്റും. നിർത്ത്. എല്ലാവർക്കും ഒരു വാണിംഗ് തരാൻ ഞാനിവിടെ ഒറ്റയ്ക്കൊന്നുമല്ല. You are under arrest. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ കൊണ്ടുപോകാനാണ്. മര്യാദയ്ക്ക് കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. ഒന്നാമത് ഡപ്പിയാനാണില്ല, എപ്പോഴാണ് നെടുനീളം ഡയലോഗ്. അവസാനമായി പറയാണ്, ആയുധം താഴെ വെച്ച് മര്യാദയ്ക്ക് കീഴടങ്ങ്. എന്റെ ആയുധം കണ്ടാൽ നീയൊക്കെ പേടിച്ചോടും. പക്ഷെ പ്രോമിസ്, ഞാനതൊന്നും ഉപയോഗിക്കില്ല. സാധാരണയായിട്ട് മനുഷ്യ ശരീരത്തിൽ 206 എല്ലുകളുണ്ടാവും. പക്ഷെ കാണുന്ന തുണ്ടാണെങ്കിൽ 207 ആകും. ശരി വാ, അടിച്ച് പരത്താൻ. ഹേയ് ചക്കരക്കുട്ടി, അങ്ങനെ നമ്മൾ ഒന്നിക്കുകയാണ്. എനിക്കിപ്പോ കമ്പിയാവുന്നു. സത്യം പറഞ്ഞാൽ ഞാനിതൊന്നും വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നില്ല. അനാവശ്യമായ രക്തച്ചൊരിച്ചിലും ശവത്തിൻ്റെ കൂടെ സ്വയം പോകും, ഇതൊന്നുമല്ല ഞാൻ ആഗ്രഹിച്ചത്. അപ്പം ഞാൻ എന്താ ആഗ്രഹിച്ചത്? അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറ കാഴ്ചകളിലേക്ക് പോകണം. ഞാൻ സ്പേസ് ആൻഡ് ടൈമിൻ്റെ ഉള്ളിലേക്ക് പോയി എൻ്റെ ജീവിതം മൊത്തമായിട്ട് മാറ്റിയ ആ ഒരു ദിവസത്തിലേക്ക് നമുക്ക് പോകാം.